ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഗീവർഗീസ് അച്ഛനാണ്. അച്ഛൻ്റെ വിശേഷങ്ങളിലേക്ക് അച്ഛാ, അച്ഛനെ കുറിച്ച് പറയാമോ? എൻ്റെ പേര് ഗീവർഗീസ് ബേബി എന്നാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഒരു വൈദികനാണ്. ഞാൻ പട്ടമേറ്റിട്ട് ഓഗസ്റ്റ് 31 പട്ടമേറ്റത്. കുറച്ച് നാളുകളെ ആവുന്നുള്ളൂ. ഞാൻ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി BD പഠനത്തിന് ശേഷം ഇവിടെ വടവാതൂർ സെമിനാരിയിൽ MDH സിറിയക് തിയോളജിയിൽ MDH ചെയ്തു വരികയാണ്. അച്ഛൻ എത്രാം വയസ്സിലാണ് അച്ഛൻ ആവണമെന്നൊരു ആഗ്രഹം തുടങ്ങി? എത്രാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്? എനിക്ക് 10 വയസ്സുള്ളപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു ദയറയായ ശാസ്താംകോട്ടയിലുള്ള മൗണ്ട് ഹൊറേബ് ആശ്രമത്തിൽ ഒരു വിദ്യാർത്ഥിയായി 5ാം ക്ലാസ് വിദ്യാർത്ഥിയായി അവിടെ താമസിച്ചു തുടങ്ങി. അതിനുശേഷം +2 വിദ്യാഭ്യാസത്തിന് ശേഷം ഡിഗ്രി വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പ്രകാരം ഒരു ആഗ്രഹം, വൈദികനാകണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നിയത്. അച്ഛൻ്റെ ബാച്ചിൽ എത്ര പേരുണ്ടായിരുന്നു അച്ഛാ വൈദികനാകാൻ വേണ്ടിയിട്ട്? ഞങ്ങളുടെ ബാച്ചിൽ 28 പേരായിരുന്നു. അതിൽ 2 സന്യാസി വൈദികരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ഞാനായിരുന്നു. ഓക്കെ അച്ഛാ, ദൈവവിളികൾ പൊതുവേ ഈ കാലഘട്ടത്തിൽ കുറവാണെന്ന് മാധ്യമങ്ങളിൽ ആ ഒരു രീതിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവവിളികൾ എങ്ങനെയാണ്, കുറവാണോ ഈ കാലഘട്ടത്തിൽ? അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല. കാരണം വൈദിക സെമിനാരികളിലെല്ലാം വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം 39 വിദ്യാർത്ഥികൾ സെമിനാരിയിൽ എക്സാം എഴുതിയതിൽ നിന്നാണ് 28 പേര് ഞങ്ങളുടെ സമയത്ത് വൈദിക സെമിനാരിയിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ഓരോ സഭയിലും അപ്രകാരം തന്നെ ധാരാളം വിദ്യാർത്ഥികൾ കടന്നു വരുന്നുണ്ട് ഇതിനു വേണ്ടി. ഓക്കെ, കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇത്രയും 39 പേരോളം വന്നല്ലേ? അത്രയും പേരോളം വരുന്നതെന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിനേക്കാളും കുറച്ചും കൂടെ ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ അത്? അതെ, തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുക. ഇപ്പം പൗരോഹിത്യം എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ്. എല്ലാ കണ്ണുകളിലും പൗരോഹിത്യം, എങ്ങനെ പൗരോഹിത്യത്തെ കുറ്റം ചാർത്താം അല്ലെങ്കിൽ പുരോഹിതന്മാരെ കുറ്റം ചാർത്താം എന്ന് സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പൗരോഹിത്യ ജീവിതം നയിക്കുക, പ്രത്യേകിച്ച് യുവാക്കളായവർ ഈ ജീവിതത്തിലേക്ക് കടന്നു വരിക ഏറെ വെല്ലുവിളി നേരിടുന്നതാണ്. അതിൽ കൂടെ ജീവിച്ച് വിജയം നേടുന്ന ധാരാളം പേർ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ഉദാഹരണത്തിലൂടെ നമുക്ക് ക്രിസ്തുവിനെ അനുധാപനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒരു പ്രോത്സാഹനവും ഇടവകയുടെ ഒക്കെ ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഇപ്പം വൈദികനാണെങ്കിൽ പൊതുവെ സമൂഹം, ഇപ്പം മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും വൈദികരെ ഒന്ന് കരിവാരത്തേക്കാനൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്ന് പുറകോട്ട് മാറി നിൽക്കുന്ന സമയത്ത് ഒന്ന് വൈദികനാകാൻ ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു സന്യസ്ത ജീവിതം നയിക്കാൻ ആഗ്രഹമുള്ളവരോട് അച്ഛന് പറയാൻ പറ്റുന്ന ഒരു ഉപദേശമാണ്? പലപ്പോഴും ക്രിസ്തുവിനെ അനുധാപനം ചെയ്യുമ്പോൾ വെല്ലുവിളികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കളിയാക്കലുകളും പലതും ജീവിതത്തിൽ നേരിടേണ്ടി വരും. ഇതെല്ലാം സഹിച്ച് ക്രിസ്തു ഇതെല്ലാം സഹിച്ചാണ് തൻ്റെ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കളിയാക്കലും ക്രിസ്തുനാമത്തിന് വേണ്ടിയാണതുകൊണ്ട് അതിൽ പ്രകാരം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, താങ്ക് യു അച്ഛാ.